നീലക്കണ്ണിൻ്റെ ശാപം. അധ്യായം 1. ഗ്രാമത്തിലേക്ക് വന്ന അന്യൻ. മലകളാൽ ചുറ്റപ്പെട്ട ഒരു ചെറിയ ഗ്രാമമായിരുന്നു ചെമ്പരത്തി. പച്ചപ്പും നിശബ്ദതയും നിറഞ്ഞ ആ ഗ്രാമത്തിൽ രാത്രി വന്നാൽ ഒരു വിചിത്രമായ ഭയം ആളുകളുടെ മനസ്സിൽ നിറയും. സൂര്യൻ അസ്തമിച്ചാൽ ഗ്രാമത്തിലെ ആളുകൾ ആരും വീടിന് പുറത്തേക്ക് പോകാറില്ല. ആ ഭയത്തിൻ്റെ കാരണം ഒരു പഴയ കഥയായിരുന്നു. ഗ്രാമത്തിൻ്റെ അറ്റത്ത് ഒരു പഴയ കുളമുണ്ടായിരുന്നു. ആ കുളത്തിനരികിൽ ഒരു തകർന്ന പഴയ വീട്. വർഷങ്ങളായി ആരും അവിടെ താമസിച്ചിട്ടില്ല. ഗ്രാമക്കാർ പറയുന്നതനുസരിച്ച് അവിടെ ഒരു ആത്മാവ് അലഞ്ഞു നടക്കുന്നു. ഒരു മഴക്കാലത്തെ വൈകുന്നേരം ഗ്രാമത്തിലേക്ക് ഒരു യുവാവെത്തി. അവൻ്റെ പേര് നിഖിൽ. നഗരത്തിൽ നിന്ന് വന്ന ഒരു ഫോട്ടോഗ്രാഫർ ആയിരുന്നു അവൻ. പഴയ സ്ഥലങ്ങളും കഥകളും ചിത്രീകരിക്കാൻ അവൻ പല ഗ്രാമങ്ങളിലും യാത്ര ചെയ്യാറുണ്ടായിരുന്നു. ഗ്രാമത്തിൻ്റെ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയപ്പോൾ അവൻ ശ്രദ്ധിച്ചു. ഗ്രാമം വളരെ ശാന്തമായിരുന്നു. ആളുകൾ കുറവായിരുന്നു. അവൻ ഒരു ചായക്കടയിൽ ചെന്നു. ഒരു ചായ കിട്ടുമോ? അവൻ ചോദിച്ചു. കടക്കാരൻ അവനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. നിങ്ങൾ ഇവിടെ പുതിയ ആളല്ലേ? അതെ, ഞാൻ നഗരത്തിൽ നിന്ന് വന്നതാണ്. ഇവിടെ കുറച്ചു ദിവസം താമസിക്കണം. കടക്കാരൻ ചായ കൊടുത്തു. കുറച്ചുനേരം മിണ്ടാതെ നിന്ന ശേഷം ചോദിച്ചു, എന്തിനാ ഇവിടെ വന്നത്? നിഖിൽ ചിരിച്ചു. ഇവിടുത്തെ പഴയ സ്ഥലങ്ങൾ ഫോട്ടോ എടുക്കാൻ, പ്രത്യേകിച്ച് ആ കുളത്തിനടുത്തുള്ള പഴയ വീട്. അവനത് പറഞ്ഞതും കടയിലിരുന്ന ആളുകൾ പരസ്പരം നോക്കി. അവിടെ ഇരുന്നതിൽ വയസ്സായ ആൾ പതുക്കെ പറഞ്ഞു, മോനെ, ആ വീടിനെക്കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ട. നിഖിൽ അമ്പരന്നു. എന്തുകൊണ്ട്? കടക്കാരൻ പതുക്കെ പറഞ്ഞു, അവിടെ നീലക്കണ്ണുള്ള ഒരു പെൺകുട്ടിയുടെ ആത്മാവുണ്ടെന്നാണ് പറയുന്നത്. നിഖിൽ ചിരിച്ചു. ആത്മാവോ? അതൊക്കെ കഥകളല്ലേ? അയാൾ തല കുനിച്ചു. കഥയല്ല മോനെ, പലരും രാത്രി അവിടെ പോയി തിരികെ വന്നിട്ടില്ല. അത് കേട്ടപ്പോൾ നിഖിലിൻ്റെ കൗതുകം കൂടുകയായിരുന്നു. അപ്പോൾ തീർച്ചയായും ആ സ്ഥലം ഒന്ന് കാണണം, കടക്കാരൻ ഭയത്തോടെ പറഞ്ഞു. രാത്രി എവിടെ പോകരുത്. നിഖിൽ മറുപടിയൊന്നും പറഞ്ഞില്ല. അന്നേ ദിവസം രാത്രി അവൻ തൻ്റെ ക്യാമറ എടുത്തു. കുളത്തിനരികിലെ പഴയ വീട് കാണാൻ പുറപ്പെട്ടു. ചന്ദ്രന്റെ വെളിച്ചത്തിൽ ആ വീട് ഒരു നിഴല് പോലെ തോന്നി. കാറ്റ് ശക്തമായി വീശി തുടങ്ങി. അവൻ തൻ്റെ ക്യാമറ ഉയർത്തി ഒരു ഫോട്ടോ എടുത്തു. ഫോട്ടോ എടുത്ത ശേഷം സ്ക്രീനിൽ ആ ചിത്രം നോക്കിയപ്പോൾ നിഖിൽ പെട്ടെന്ന് നിശ്ചലമായി. കാരണം ആ വീടിൻ്റെ ജനാലയിൽ അവൻ കണ്ടത് ഒരു പെൺകുട്ടിയുടെ മുഖമായിരുന്നു. അവളുടെ കണ്ണുകൾ നീലനിറം. പക്ഷേ ഭയപ്പെടുത്തിയത് മറ്റൊന്നായിരുന്നു. ഫോട്ടോ എടുക്കുമ്പോൾ അവിടെ ആരുമില്ലായിരുന്നു.